പാദത്തിൽ നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക്, ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഈ ആഴ്ചയിലും ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ തിരക്കുകളുടെയും ബദ്ധപ്പാടുകളുടെയും ഒക്കെ മധ്യത്തിൽ ഇങ്ങനെ അല്പസമയം വേർതിരിച്ച് സമയം കണ്ടെത്തുവാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ കൂട്ടായ്മ കൂടിവരവ് ആരംഭിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് വിനയപ്പെടുത്താം, ഏകാഗ്രമാക്കി സമർപ്പിക്കാം. വിശ്വാസത്തോടുകൂടെ നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു രാത്രികാലം ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ വിടുവിച്ച്, ഞങ്ങളെ പരിപാലിച്ച്, അവിടുത്തെ കരങ്ങളിൽ സൂക്ഷിച്ച് ഒരു പുതിയ ദിവസത്തിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന, അൺസർട്ടനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഞങ്ങളുടെ ജീവന്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും നിശ്ചയിക്കാൻ സാധ്യമല്ലാത്ത ഒരു നാളുകളിൽ ഞങ്ങളൊക്കെ ജീവിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതവും ഒക്കെ ക്ഷണികം ആയിരിക്കുമ്പോഴും കർത്താവെ, അവിടുന്ന് അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും മുൻപോട്ട് നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ, നിന്റെ നന്മകളെക്കുറിച്ച്, നീ നടത്തുന്ന വിധങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിയുവാനുള്ള കർത്താവെ സമയം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ കൃപകളെ തിരിച്ചറിയാനുള്ള വിവേകം ഞങ്ങൾക്കില്ലാതെ പോകുന്നു. പലപ്പോഴും നിന്നെ ഞങ്ങൾ മറന്നുപോകുന്നു. കർത്താവെ, ഞങ്ങളുടെ ബദ്ധപ്പാടുകൾ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഒരുപക്ഷെ ഞങ്ങളുടെ ആഡംബരങ്ങൾ, ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾ, കർത്താവെ, പലപ്പോഴും നിന്നെ ശരിയായി കാണുവാനും നിന്നെ ശരിയായി മനസ്സിലാക്കുവാനും കർത്താവെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. കർത്താവെ, ആ കുറവുകളൊക്കെ ഈ പകൽക്കാലം ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഈ സമയം ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക്, അങ്ങയുടെ കൃപയുടെ തണലിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ ആരുടെയും കഴിവുകൾ കൊണ്ടോ, ഞങ്ങളുടെ പ്രാഗൽഭ്യങ്ങൾ കൊണ്ടോ, കർത്താവെ, ഞങ്ങളുടെ പ്രാമാണിത്യം കൊണ്ടോ ഒന്നുമല്ല. എല്ലാം അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ വലിയ ദയയാണ്. കർത്താവെ, ആ വലിയ വിനയത്തോടുകൂടെ ഓരോ ദിവസവും ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് സഹായിക്കണം. നീ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നന്മകൾ കർത്താവെ സന്തോഷത്തോടുകൂടെ കർത്താവെ പിറുപിറുപ്പുകൾ കൂടാതെ സ്വീകരിച്ച് അതിൽ ആനന്ദിപ്പാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് പ്രാർത്ഥനയിൽ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ജീവിത ചുറ്റുപാടുകളെ, സാഹചര്യങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്നു. അവരെ അവിടുന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് അറിയണമേ, അവരോട് അവിടുന്ന് ഇടപെടണമേ, അവരോട് അവിടുന്ന് കൂടെയിരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെല്ലാവരെയും ഒരുമിപ്പിക്കണമേ. വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങളായിരിക്കട്ടെ. തിരുകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങളില് 124 പാട്ട്, എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പ്രാർത്ഥനാ ഗീതങ്ങളിൽ 124 പാട്ട്. പാട്ടുപുസ്തകം അടുത്തുള്ളവർക്ക് അതെടുത്ത് നോക്കാം. അവിടെ ഇരുന്നുകൊണ്ട് പാടി അതിൽ പങ്കുചേരാം. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എൻ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേ ിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേ ിടും നാമമതിൽ
സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ എൻ യേശുവിൻ സന്നിധിയിൽ. എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. എന്റെ കാൽവറി നായകനേശു മതി, നിന്റെ പാപങ്ങൾ അകറ്റിടുവാൻ. എന്റെ കാൽവറി നായകനേശു മതി, നിന്റെ പാപങ്ങൾ അകറ്റിടുവാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. പരമൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. പരമൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. നിന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകന്നിടുമേ. നിന്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമകന്നിടുമേ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. തന്റെ മാധുര്യമേറിടും നാമമതിൽ സ്തുതിഗീതങ്ങൾ പാടിടും ഞാൻ. യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങളിലെ 109 പാട്ട്, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. 109. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമത്രേ.
എല്ലാ ഭാരങ്ങളും ചുമക്കും. എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും. എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. കാത്തുപാലിക്കുമെന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനേ ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. എത്ര എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇപ്പോൾ മോഹൻ മാസ്റ്റർ സങ്കീർത്തനം. Acha, can you hear me? Yes. The psalm for today's reading is Psalm 38. Psalm 38. O Lord, do not rebuke me in your wrath, nor chasten me in your hot displeasure. For your arrows pierce me deeply, and your hand presses me down. There is no soundness in my flesh because of your anger, nor any health in my bones because of my sin. For my iniquities have gone over my head like a heavy burden. They are too heavy for me. My wounds are foul and festering because of my foolishness. I am troubled, I am bowed down greatly. I go mourning all the day long.
for my loins are full of inflammation, and there is no soundness in my flesh. I am feeble and severely broken. I groan because of the turmoil of my heart. Lord, all my desire is before you, and my sighing is not hidden from you. My heart pants, my strength fails me. As for the light of my eyes, it has also gone from me. My loved ones and my friends stand aloof from my plague, and my relatives stand afar off. Those who seek my life lay snares for me. Those who seek my hurt speak of destruction and plan deception all the day long. But I, like a deaf man, do not hear, and I am like a mute who does not open his mouth. Thus I am like a man who does not hear, and in whose mouth is no response. For in you, O Lord, I hope. You will hear, O Lord my God. For I said, hear me, lest they rejoice over me, lest when my foot slips, they exalt themselves against me. For I am ready to fall, and my sorrow is continually before me. For I will declare my iniquity, I will be in anguish over my sin. But my enemies are vigorous and they are strong, and those who hate me wrongfully have multiplied. Those also who render evil for good, they are my adversaries, because I follow what is good. Do not forsake me, O Lord, O my God, be not far from me. Make haste to help me, O Lord, my salvation. Praise be to God. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരു നിമിഷം ഏകാഗ്രമാക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനായിട്ട് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തി. നമ്മുടെ ആയുസിന്റെ ഈ നിമിഷം വരെ നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെയിരുന്നു. ദൈവം നമ്മെ പരിപാലിച്ചു. ആ ദൈവത്തിന്റെ വലിയ നന്മകളെ നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതുവരെയും നൽകിയതിനെയൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. മനുഷ്യന്റെ ചിന്ത അങ്ങനെയാണ്. ഏറ്റവും അവസാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മാത്രമാണ് നമ്മൾ ഓർക്കുന്നത്. We easily forget the happy moments and we always hold on to our sorrows. നമ്മൾ ആഗ്രഹിക്കാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അതാണ് എപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ ഇതുവരെയും നടത്തി. ഒരുപക്ഷെ നാം അറിയാതെ തന്നെ നമ്മെ അറിഞ്ഞ് ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നടത്തി. ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇതുവരെയും നമ്മെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായവനാണ്. അവൻ ശക്തനാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ശക്തിയിൽ, ആ ദൈവത്തിന്റെ ബലത്തിൽ, ആ ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ഈ പകൽക്കാലം പരിപൂർണമായിട്ട് ആശ്രയിക്കാം. മനുഷ്യരിലല്ല, നമ്മളുടെ സമ്പാദ്യങ്ങളിലല്ല, നമ്മുടെ സ്വാധീനങ്ങളിലല്ല, നമുക്ക് ചുറ്റും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സുരക്ഷിതത്വങ്ങളിലല്ല, നമ്മളുടെ ആരോഗ്യത്തിലല്ല, നമ്മുടെ കുഞ്ഞുങ്ങളിലല്ല,
നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മുടെ പാരമ്പര്യങ്ങളിലല്ല. നമുക്ക് ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലപ്പോഴും നമ്മളെ കരുതും, നമ്മളെ ചേർത്ത് നിർത്തും, നമ്മളോട് കൂടെ നിൽക്കും എന്നൊക്കെ ചിന്തിക്കുന്നവർ പല കാരണങ്ങളാൽ, അവരുടേതായ കാരണങ്ങളാൽ ഒക്കെ നമ്മളെ ചേർത്ത് നിർത്താൻ കഴിയാതെ വരുമ്പോഴും ദൈവം നമ്മെ മറക്കാത്ത ദൈവമാണ്. ദൈവം നമ്മെ കൈവിടാത്ത ദൈവം. ആ വലിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ദൈവത്തില് നമുക്ക് പരിപൂർണമായിട്ട് ആശ്രയിക്കാം. ദൈവത്തിലാണ്, ദൈവ പുരുഷന്മാരിലല്ല, ദൈവ സ്ത്രീകളിലല്ല, ദൈവ മക്കളിലുമല്ല, മറിച്ച് ദൈവത്തിൽ നമുക്ക് പരിപൂർണമായിട്ട് ആശ്രയിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ദൈവം നമ്മളെ നടത്തുമ്പോൾ, ദൈവം നമ്മെ പരിപാലിക്കുമ്പോൾ അതിനെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അറിയാതെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണ്, ദൈവം നമ്മെ നടത്തുന്നതാണ് എന്ന് മറന്നു പോയിട്ട് നമ്മൾ നമ്മുടെ വഴികളിലൊക്കെ, നമ്മുടെ സ്വാർത്ഥതകളിൽ, നമ്മുടെ സന്തോഷങ്ങളിൽ, നമ്മുടെ മോഹങ്ങളിൽ നമ്മൾ നടന്നു പോകും. എല്ലാ മനുഷ്യരും ബലഹീനരാണ്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും വീഴ്ചകളും, നമ്മുടെ ചിന്തകളിൽ, സംസാരത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, ബന്ധങ്ങളിൽ, സമീപനങ്ങളിൽ, ചിലപ്പോഴൊക്കെ നമ്മുടെ തൊഴിൽ മണ്ഡലങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ നേരായ വഴിയിലല്ല. പലപ്പോഴും ദൈവത്തെ വിസ്മരിച്ച് സൗകര്യത്തിന് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വഴിയിൽ നടന്നു പോകും. അത് പാപമാണ്, അത് വീഴ്ചയാണ്. ആ കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ദൈവം നമ്മുടെ കുറവുകളെ ഒന്നും ഓർത്തു വെച്ച് നമ്മളോട് ഇടപെടുന്നവനല്ല. നമ്മുടെ കുറവുകൾ അനുതാപത്തോടുകൂടെ, പശ്ചാത്താപത്തോടുകൂടെ, താഴ്മയോടുകൂടെ, വിനയത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ കുറവുകളെ ക്ഷമിക്കുന്ന നല്ല ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവ കരങ്ങളിലേക്ക്, ആ ദൈവ സന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമ്പൂർണമായിട്ട് ഭരമേൽപ്പിക്കാം. കർത്താവേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറവുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ കുറവുകൾ, നമ്മുടെ കുറവുകൾ മാത്രമല്ല, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, സഭ, സമൂഹം, ഇതെല്ലാം ദൈവം പൊറുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായിട്ട് വിനയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എൻ്റെ പാപങ്ങളൊക്കെ കഴുകി എന്നെ ശുദ്ധീകരിച്ച് വീണ്ടും എന്നെ ദൈവവൈതലാക്കി തീർത്ത് നീ എന്നെ നടത്തണമേ, നിന്റെ വഴിയിൽ എന്നെ പുലർത്തണമേ. വിശുദ്ധിയില്, സത്യത്തില്, നീതിയില് ജീവിപ്പാനുള്ള കൃപ, നേരോടെ ജീവിപ്പാനുള്ള കൃപ തുടർന്ന് അടിയന് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെയും നമ്മൾ ജീവിക്കുന്നത് ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ്. വീണു പോകാനുള്ള സാധ്യതകളുള്ള ലോകത്തിലാണ്. ദൈവം നമ്മെ പരിപാലിക്കണമെന്ന് നമുക്ക് ദൈവത്തോട്, നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹീതമായിട്ട് നടത്തുന്നു. പ്രത്യേകിച്ച് ഈ സമ്മർദ്ദ സമയത്തൊക്കെ ഒരുപാട് പേര് നാട്ടിലും പല സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. അവരെയൊക്കെ ദൈവം അവിടെ കാത്ത് അവരെയൊക്കെ സുരക്ഷിതമായി തിരികെ വന്ന് നമ്മുടെ സഭ ശക്തി പ്രാപിച്ച് ദൈവകൃപയിൽ മുൻപോട്ട് നീങ്ങുവാൻ ദൈവം ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. ആരാധനകൾ, കൂട്ടങ്ങൾ, കൂട്ടായ്മകൾ, സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആത്മീയ കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങളിലൊക്കെ നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി, ഗായക സംഘം, സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, സ്ത്രീജന സഖ്യം, ലേറ്റി ഫെലോഷിപ്പ്, യങ് കപ്പിൾസ് ഫെലോഷിപ്പ്, എല്ലാവരെയും നമ്മുടെ ശുശ്രൂഷകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ 2025-28 കാലഘട്ടത്തിലേക്കൊരു കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്.
നമ്മുടെ സഭയെ മുൻപോട്ട് നയിപ്പാൻ, ദർശനത്തോടുകൂടെ നയിപ്പാനുള്ളവർ അതിലേക്ക് സമർപ്പിതരായിട്ട് മുൻപോട്ട് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നോക്കാം. ഈ ഹൈദരാബാദിന്റെ പല സ്ഥലങ്ങളിലും വിദൂരങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സഭയുടെ അംഗങ്ങളല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഒക്കെ നമുക്ക് ഓർക്കാം. താല്പര്യത്തോടുകൂടെ അവരൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് സീനിയേഴ്സ് ആയിരിക്കുന്ന, പ്രായാധിക്യത്തിലായിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുദിനം മുൻപോട്ട് നടത്തണമേ, അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വീഴ്ചയിൽ നിന്നും താഴ്ചയിൽ നിന്നും ഒക്കെ ദൈവം അവരെ സൂക്ഷിക്കണമേ, അവരെ പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, മക്കളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരുണ്ട്. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ആര് നോക്കും, ആര് കരുതും എന്നൊക്കെ സങ്കടപ്പെടുന്നവരുണ്ട്. ദൈവം അവരെ ഒക്കെ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായിട്ട് ബലഹീനതയിലായിരിക്കുന്നവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും ഒക്കെ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടി, അന്നമ്മ ആന്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് ദൈവം അവരെ പുലർത്തണമേ, അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചെമ്മലൂട്ടി അങ്കിളിന് വേണ്ടി, ലിസി ആന്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ദീർഘനാളുകളായിട്ട് ഭവനത്തിലാണ്. ദൈവം അവരെ കാക്കണമേ, അവരെ സൂക്ഷിക്കണമേ, അവർക്ക് ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സുശീലാന്റിക്ക് വേണ്ടിയിട്ടും രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കർത്താവ് ആ കുടുംബത്തെ കാക്കണമേ, പ്രത്യേകിച്ച് സുശീലാന്റിക്ക് വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ ദൈവം നൽകണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫിലിപ്പ് അങ്കിളിന് വേണ്ടിയിട്ടും ചാച്ചമ്മ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ അങ്കിളിന്റെ മൂത്ത സഹോദരൻ നാട്ടില് നിര്യാതനായി. അങ്കിളിന് നാട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ വന്നതുകൊണ്ട് തിരിച്ചു പോകാനും ഒന്നും പറ്റിയില്ല. അങ്കിളിനും പലവിധമായ ശാരീരികമായ പ്രയാസങ്ങളും വേദനകളുമുണ്ട്. അങ്കിളിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. റോയി അങ്കിളിന് വേണ്ടിയിട്ട്, ഡോക്ടർ റോയി അങ്കിളിന് വേണ്ടിയിട്ടും പുഷ്പ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അങ്കിളിന് വേണ്ട ആരോഗ്യവും ബലവും ഒക്കെ ദൈവം നൽകണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിക്ക് വേണ്ടിയിട്ടും കുരുവള അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം ഇരുവർക്കും വേണ്ട ആരോഗ്യവും ബലവും, ആരോഗ്യത്തിന്റെ ഒക്കെ ക്ഷീണത്തിന്റെ ഒക്കെ മധ്യത്തിലും ദൈവം അവരെ പുലർത്തുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യാം. തങ്കമ്മ ആന്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ചെറിയാൻ അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസ്സി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റി, അന്നമ്മ കോശി ആന്റി, നമ്മുടെ പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രായത്തിന്റെ ക്ഷീണത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആലീസ് ആന്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആന്റിയുടെയും കണ്ണിന്റെ കാഴ്ചക്ക് പ്രശ്നമുണ്ട്. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരുടെയെങ്കിലും പേര് സാന്ദർഭികമായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ദൈവം അവരെയൊക്കെ കാക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരുന്ന് പരിപാലിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രത്യേകമായിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവര്, നമ്മുടെയൊക്കെ മാതാപിതാക്കള്, സഹോദരങ്ങളൊക്കെ നാട്ടിലോ പല സ്ഥലങ്ങളിലോ ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ടോ പ്രായത്തിന്റെ ക്ഷീണത്തിലോ ബലഹീനതയിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരെ നമുക്ക് ഓർക്കാം. ദൈവം അവരെ എല്ലാം കാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവയുടെ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിൻസിയുടെയും റോണിയുടെയും പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആശിഷിന്റെയും മേരിയുടെയും പിഞ്ചു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആശിഷിന്റെയും നിവയുടെയും പിഞ്ചു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റ് കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ അടുത്ത ആഴ്ചയിൽ അവരുടെ സ്കൂളുകളൊക്കെ തുറക്കുകയാണല്ലോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യവും ബുദ്ധിയും ബലവും ഒക്കെ നൽകണം. കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിനുള്ളവരായിട്ട് ജീവിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും
വഴിതെറ്റി പോകാതെ, നശിച്ചു പോകാതെ നന്മയിൽ ജീവിപ്പാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ നല്ല വിജയം ലഭിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാരംഭ പ്രാർത്ഥനയും വിജയസ്തോത്രവും ഒക്കെ ഈ ഞായറാഴ്ച നടത്തപ്പെടുകയാണല്ലോ. കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലേക്കും 12ാം ക്ലാസ്സിലേക്കും ഒക്കെ പ്രവേശിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. പുതിയ ക്ലാസ്സുകളിൽ പഠനം ആരംഭിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. അവർക്ക് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സ്കൂളുകളിൽ, നല്ല കോളേജുകളിൽ അവർ ആഗ്രഹിക്കുന്ന മേഖലകളിലൊക്കെ അഡ്മിഷൻ ലഭിച്ച് പഠിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ അവരുടെ മേലൊക്കെ വ്യാപരിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഭാരതത്തിലും ഹൈദരാബാദിലും പല നഗരങ്ങളിലും വിദേശത്തുമൊക്കെ പഠനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ദൈവം ആ കുഞ്ഞുങ്ങളെല്ലാം ആയിരിക്കുന്ന ഇടത്ത് കാക്കണമേ. അവരുടെ പഠനം അനുഗ്രഹമായി തീരാൻ, നല്ല ജോലിയൊക്കെ അവർക്ക് ലഭിപ്പാൻ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ പഠനത്തിന് തക്കതായ നല്ല ജോലികൾ ലഭിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ. അതിനുള്ള വഴിയും വാതിലും ഒക്കെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ അറിവിലോ നമ്മുടെ പരിസരങ്ങളിലോ നമ്മുടെ സഭയിലോ ചുറ്റുപാടിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഓർക്കാം. ഇതൊരു വലിയ ഫ്രസ്ട്രേഷനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ജോലിയില്ലാതെ, അല്ലെങ്കിൽ ജോലി പോയി മറ്റൊരു ജോലി ലഭിക്കാനില്ലാതെ ഭാരപ്പെടുന്നവർ പല പ്രായത്തിലുള്ളവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഈ നഗരത്തിലൊക്കെ ജീവിക്കുമ്പോൾ ജോലി വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. ജോലി സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ ആരെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരെയൊക്കെ ദൈവം ബലപ്പെടുത്തണമേ. അതിൻ്റെ പ്രതിസന്ധികളെയൊക്കെ നേരിടുവാനുള്ള ദൈവകൃപ അവർക്ക് പ്രത്യേകമായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആ കുഞ്ഞുങ്ങൾക്കൊക്കെ കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കാൻ ഒരുങ്ങുന്നെങ്കിൽ അതിനെ ദൈവം ഒരുക്കി അവർക്ക് തക്കതായ തുണകളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് കുടുംബജീവിതത്തിലൊക്കെ പ്രവേശിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആരംഭ കാലഘട്ടങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയൊരു ജീവിതം, പുതിയൊരു ലോകക്രമത്തിലൊക്കെ അവർ ജീവിക്കുമ്പോൾ അതിനൊക്കെ വളരെ മെച്യൂറായിട്ട് നേരിട്ട് മുൻപോട്ട് നീങ്ങുവാൻ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതമൊക്കെ അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ യങ് കപ്പിൾസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ യങ് കപ്പിൾസിനെയും ഓർക്കാം. ജോലിയിലായിരിക്കുന്നവര്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവര്, വളർത്തുന്നവരെല്ലാം ഓർക്കാം. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുവാൻ അവരെ ദൈവം ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊക്കെ പെട്ടെന്ന് തകരുന്ന ഒരു ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ദൈവം ബലപ്പെടുത്തി സ്നേഹത്തിൽ, കരുതലിൽ മുൻപോട്ട് ജീവിപ്പാൻ അവരെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഉപജീവന മാർഗങ്ങളിലായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പല മേഖലകളിൽ, IT മേഖലയിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, ഗവൺമെന്റ് ജോബില്, പ്രൈവറ്റ് സെക്ടറുകളിൽ, അതുപോലെ തന്നെ പലവിധമായ കായികമായി അധ്വാനിക്കേണ്ടുന്ന, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവര്, അപകടങ്ങളുടെയും ഒക്കെ അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഞ്ചരിക്കേണ്ടവര്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ടവർ എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹമാകണമേ. അതുവഴി സഭയും മറ്റനേകരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി അവരുടെ ജീവിതത്തിലെ വേദനകളിൽ നിന്ന്, ഒറ്റപ്പെടലുകളിൽ നിന്ന് ഒക്കെ അവർ വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം നമുക്ക് ഈ പ്രപഞ്ചവും ചുറ്റുപാടുകളും ഒക്കെ ജീവിതവും ഒക്കെ നൽകിയിരിക്കുന്നത് എന്നും അമർഷത്തോടുകൂടെ ജീവിപ്പാനല്ല, മറിച്ച് കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട്. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച് മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രത്യേകമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അനുഗ്രഹിച്ച് നമ്മളെ മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭാ വിഭാഗങ്ങളെയും ഓർക്കാം. ആത്മീയ നേതാക്കന്മാരെ, ഭരണകർത്താക്കളെ,
മിഷണറിമാരെ, ശുശ്രൂഷകരെ, സിസ്റ്റേഴ്സിനെ, ഇവാഞ്ചലിസ്റ്റിനെ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം സഭയെ മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയാണല്ലോ, വലിയ പാരമ്പര്യമുള്ള ഒരു സഭയാണ്, വലിയ വലിയ സാക്ഷ്യമുള്ള ഒരു സഭയാണ്, ഒരു ഐക്യസഭയാണ്. ആ സഭയെ ദൈവം നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ കുറവുകളും പോക്കി സഭയെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവ് അനുഗ്രഹത്തോടെ മുൻപോട്ട് നയിക്കണമേ. ഇതര ഡിനോമിനേഷൻസിനെയും ഒക്കെ നമുക്ക് പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് എല്ലാ മിഷണറിമാരെയും, മിഷൻ പ്രവർത്തനങ്ങളെയും, സ്ഥാപനങ്ങളെയും എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനങ്ങളെ നമുക്ക് ഓർക്കാം, ഭരണകർത്താക്കളെ ഓർക്കാം, ആവശ്യങ്ങളെ ഓർക്കാം, രോഗത്തിലും ഭാരത്തിലും ദുഃഖത്തിലും ദുരിതത്തിലുമായിരിക്കുന്ന ജനങ്ങളെ ഓർക്കാം, യുദ്ധക്കെടുതികളാൽ ഭാരപ്പെടുന്നവരെ ഓർക്കാം, പ്രകൃതിക്ഷോഭത്താലൊക്കെ ദുരിതം അനുഭവിക്കുന്ന ക്യാമ്പ്സിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. കാലാവസ്ഥയുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയെ ദൈവം സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കൂടിവരവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർക്കാം. നമ്മളെ തന്നെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ നമ്മുടെ മാറോട് ചേർത്ത് നമ്മളെ വിനയപ്പെടുത്തി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവമേ, എന്നോട് എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, ഞാൻ എൻ്റെ ബലഹീനതകൾ അവിടുന്ന് പൊറുക്കണമേ, എൻ്റെ ആവശ്യങ്ങളിൽ അങ്ങ് കൂടെ ഇരിക്കണമേ, എൻ്റെ പ്രതിസന്ധികളിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ നടത്തണമേ എന്ന് നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചാച്ചമ്മ ആൻറ്റി പ്രാർത്ഥിക്കും. ആൻറ്റി, യെസ്, വെൽക്കം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ പാദപീഠത്തിങ്കിലായിരിക്കുന്ന അടിയങ്ങളെ കർത്താവേ, അവിടുന്ന് കരുണയോടെ നോക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. അങ്ങയെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും പാപികളായ ഞങ്ങളെ കർത്താവേ കരുണ ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാപികളും ദ്രോഹികളുമാകുന്നു എങ്കിലും കർത്താവെ, അവിടുത്തെ കൃപയും കരുണയും വലുതാകൊണ്ട് ഞങ്ങൾ അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ കാക്കുന്ന കർത്താവെ, കരുണ ചൊരിയണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് ഈ സമയം അനുവദിച്ചു തന്നതിനായി സ്തോത്രം കർത്താവെ. നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഈ സമയം നീ ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന കർത്താവെ. അതിനായി കൂടുതലായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഓരോ ദിവസവും ഇതുപോലെ അല്ല കർത്താവെ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് സമയം പോക്കുവാനായിട്ട് അടിയങ്ങൾ കരുതുകയായിരുന്നു. ഇതിന് ഒരവസാനം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ കൂട്ടായ്മയ്ക്കായി അച്ഛനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അച്ഛൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൊച്ചമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കണ്ണിൻ്റെ കുഴപ്പങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞ് കർത്താവെ ആരോഗ്യായുസ്സം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാവലും കരുതലുമായിരിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ വഴി കൂടി അവരെ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പള്ളിക്കായി ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ പള്ളിയിലെ സൺഡേ സ്കൂള്, വുമൻസ് ഫെലോഷിപ്പ്, കൊയർ, യൂത്ത്, ചർച്ച് കമ്മിറ്റി, എല്ലാ കമ്മിറ്റികളെയും കർത്താവെ അവിടുത്തെ ചെറിയ കീഴെ മറച്ചു കൊള്ളണമേ. എല്ലാ കൂട്ടായ്മയും കർത്താവെ അങ്ങയുടെ സ്തുതിക്കും മഹത്വത്തിനുമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അതെല്ലാം നന്നായി നടത്തുവാൻ തക്കവണ്ണം കർത്താവെ നടത്തുന്നവരെ എല്ലാം കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയങ്ങളെ തിരുമുമ്പിലായിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പള്ളിയിലുള്ള രോഗികളായി കഴിയുന്ന ആൾക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്കൊക്കെയും പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ആരോഗ്യവും സൗഖ്യവും കൊടുക്കണമേ കർത്താവെ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതാ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നു കർത്താവെ. അവർക്ക് കാവലും കരുതലും നൽകണമേ. അവർ പഠിക്കുന്ന ഓരോ ക്ലാസ്സിലും, ഉയർന്ന ക്ലാസ്സിലും എല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം കാവലും കരുതലും നൽകണമേ. നീ അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തണമേ. എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുവാനും ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും തക്കവണ്ണം കർത്താവെ അവർക്ക്
നീ തുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരുടെ പോക്കിലും വരവിലും എല്ലാം അങ്ങ് അവൾ കാവലും കരുതലും ആയിരിക്കണമേ. കർത്താവെ, കൂടെ ഇരുന്നവരെ വഴി നടത്തണമേ. പഠിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, ദൈവത്തോട് ചേർന്ന് നിൽപ്പാനും അവരെ സഹായിക്കണമേ. ഓരോ ദിവസവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാനും അവസാന സമയത്തിലേക്ക് കർത്താവെ, രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, അവരുടെ എല്ലാ വഴികളിലും അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ ഒരുക്കി വിടുന്ന അവരെ നീ കരുതി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പള്ളിയിൽ പോവാനും സൺഡേ സ്കൂളിൽ പോവാനും എല്ലാം കുഞ്ഞുങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ യൂത്ത് കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്തുതിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി നല്ല രീതിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ, അവരെ നീ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാ കുടുംബ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് കാവലും കരുതലും നൽകണമേ. രോഗാവസ്ഥയിലൊക്കെ അവർക്ക് കൂട്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, നീ തന്നിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കിട്ടുന്ന സമയത്തൊക്കെ അങ്ങയെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും വീട്ടിലിരിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, നിന്റെ കാവലും കരുതലും ഇല്ലെങ്കിൽ ഞങ്ങൾ ഏതുമില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണയിലും സഹായത്തിലുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും കർത്താവെ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവെ, ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ അല്ലാതെ ഞങ്ങൾക്കാരുമില്ല. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയങ്ങളോട് നീ കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, അവിടുത്തെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ദൈവമേ, നീ ഞങ്ങളുടെ സൃഷ്ടിച്ച സമയം മുതൽ ഈ സമയം വരെ അവിടുത്തെ ചിറയും കീഴെ ഞങ്ങളെ കാത്തുകൊണ്ട കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗാവസ്ഥയില് ആശുപത്രിയിൽ കഴിയുന്നവര്, വീടുകളിൽ കഴിയുന്ന എല്ലാവർക്കും കർത്താവെ അങ്ങ് താങ്ങും തണലുമായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒറ്റപ്പെട്ടു കഴിയുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരോട് നീ കൂടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും കാവലും കരുതലും നൽകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ഓരോ കുടുംബങ്ങളെയും പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞു വൈദ്യങ്ങളെ കർത്താവെ അവിടുത്തെ ചെറിയ കീഴെ മറിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, അപ്പ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം കർത്താവെ, അവരെ നീ ചേർത്ത് താങ്ങി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അവരുടെ മാതാപിതാക്കളെയും കർത്താവെ അവിടുത്തെ ചെറിയ കീഴെ മറിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ താങ്ങി നടത്തുന്ന കൃപയ്ക്കായി ദൈവമേ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ മഹാനഗരത്തിന്റെ ഉള്ളില് അടിയങ്ങൾ താമസിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, രാജ്യത്തില് യുദ്ധത്തിന്റെ ഭീതികളൊക്കെ ഉണ്ട്. കർത്താവെ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവരെയൊക്കെയും കർത്താവെ അവിടുന്ന് താങ്ങണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുത്തെ ചിറക് കർത്താവെ കൂടുതലായി നീട്ടിക്കൊടുക്കണമേ, അവർക്ക് സഹായം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എത്രത്തോളം കാത്തു പരിപാലിച്ച കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും കർത്താവെ അങ്ങയുടെ ചിറയിൻ കീഴിലാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന. കർത്താവെ, അങ്ങ് എല്ലാവരെയും കാത്തു രക്ഷിക്കും. നീ ഞങ്ങളുടെ ദൈവമാകുന്നല്ലോ. കർത്താവെ, കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, എത്രത്തോളം സഹായം ചെയ്തെന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ താങ്ങി നടത്തുന്ന കൃപയ്ക്കായും സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെ പള്ളിയിൽ കൂട്ടി വരുത്തുവാൻ തക്കവണ്ണം കർത്താവെ ഞായറാഴ്ച അങ്ങ് സഹായം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, കൂടെ ഇരിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാവരെയും സഹായിക്കണമേ, എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, സർവ്വവും യേശുനാമന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ
ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം അല്പസമയം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും സമയം ചെലവിടുവാനും ഒക്കെ ദൈവം സഹായിക്കുന്നുണ്ട്. ചാച്ചമ്മ ആൻറ്റി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് പക്ഷെ മറ്റു പല കാര്യങ്ങളുമൊക്കെ ചെയ്ത് സമയം കളയുമായിരുന്നു. നമ്മൾ ഇത്രയും സമയം ഇത്രയും പേർക്ക്, ഒരുപാട് പേര് ഇതിനേക്കാൾ കൂടുതൽ പേര് ഒരുപക്ഷെ ഈ സമയം ഇതിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ളവരൊക്കെ ഉണ്ടാവാം, വെറുതെ വീട്ടിലിരുന്ന് ഇരിക്കുന്നവരുണ്ടാവാം. എങ്കിലും നമുക്ക് ഇത്രയും പേർക്ക്, ചിലരൊക്കെ ജോലിയിൽ നിന്ന് കയറുന്നവരുണ്ട്, വെറുതെ ഇരിക്കുന്നവരല്ല, ജോലിയിലും മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഈ ഒരു കൂട്ടായ്മയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വിശ്വാസമാണ്, അതൊരു ദൈവത്തോടുള്ള നമ്മുടെ ഒരു സമർപ്പണം. നമ്മൾ പലപ്പോഴും വി ട്രൈ ടു സെറ്റിൽ ഫോർ മിനിമം. പല കാര്യങ്ങളിലും നമ്മൾ ഏറ്റവും മിനിമം കാര്യങ്ങളുമായിട്ട് നമ്മൾ നീക്കുപോക്ക് ചെയ്യും, സന്ധി ചെയ്യും. ഏറ്റവും പരിമിതമായ, ഏറ്റവും ലിമിറ്റഡ് ആയ കാര്യങ്ങളുമായിട്ട് നമ്മൾ സന്ധി ചെയ്യും. എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളിലൊക്കെ മിനിമം കാര്യങ്ങളുമായിട്ട് സന്ധി ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ആവശ്യത്തിലധികം നമ്മൾ ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതും അപകടമാണ്. എനിത്തിങ് വിച്ച് ഈസ് മോർ ദാൻ നീഡഡ്, മോർ ദാൻ എസെൻഷ്യൽ, എനിത്തിങ് ദാറ്റ് ഈസ് എക്സ്ട്രീം ഇറ്റ്സ് ഓൾസോ ഡേഞ്ചറസ്. നമ്മളങ്ങനെ എക്സ്ട്രീം ഒന്നും വേണ്ട. പക്ഷേ ചില കാര്യങ്ങളിലെ മിനിമം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഈ ഒരു മണിക്കൂർ സമയം കണ്ടെത്തുന്നതിൽ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ പല തിരക്കുകളുണ്ട്. എന്നെ വ്യക്തിപരമായിട്ടും പേഴ്സണലായിട്ടും എൻ്റെ അക്കാദമികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് അത് നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് ഒരുക്കം വേണം. സംടൈംസ് വി മേ നോട്ട് ഗെറ്റ് ഇനഫ് ടൈം ടു പ്രിപ്പയർ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അത് ക്യാൻസൽ ചെയ്തേക്കാമെന്നൊരു ടെൻഡൻസി വരും. അങ്ങനെ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നും ചില തിരക്കുകൾ ഉണ്ട്, പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായ നമ്മൾ ഒരു വലിയ സംഭവം പോലെ പറയുകയല്ല. എനിക്ക് തിരക്കുണ്ട്, ദാറ്റ് ഈസ് എ ഫാക്ട്. നമുക്കൊക്കെ തിരക്കുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനു വേണ്ടി ഈ ഒരു സമയം, ചാച്ചി ആൻറ്റിയെ പ്രാർത്ഥന പറഞ്ഞ പോലെ ഈ ഒരു സമയം നോക്കിയിരിക്കുന്നവരുണ്ട്. 10-15 ആകാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. ഇത് ലിങ്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ ലോഗിൻ ചെയ്ത് ഇതിൽ അങ്ങനെ ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും, എല്ലാവരും ഒന്നും ഉണ്ടെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. ആ ഒരു വലിയ താല്പര്യമുണ്ടല്ലോ. അത് നമുക്കെന്തെങ്കിലും ബെനിഫിറ്റ്, ഭൗതികമായ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ടൊന്നുമല്ല നമുക്കതിന് ആ പ്രാർത്ഥനയിൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു വലിയ ആശ്വാസം, നമുക്കൊരു വലിയ സന്തോഷം, നമുക്കൊരു വലിയ എനർജി, ഒരു വിശ്വാസത്തിൻ്റെ ഒരു സന്ദർഭം. അതിനെ ഒരിക്കലും നമുക്ക് അവഗണിക്കാനായിട്ട് പറ്റില്ല. അത് ശരിയല്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ താല്പര്യത്തെ, നമ്മുടെ മനസ്സിനെ അറിയുന്നുണ്ട്. ഞാൻ എത്രത്തോളം അറിയുന്നു, നടത്തുന്നവർ എത്രത്തോളം അറിയുന്നു, പ്രാർത്ഥിക്കുന്നവർ എത്രത്തോളം തിരിച്ചു, അതൊന്നും അല്ല വിഷയം. ഗോഡ് നോസ്, ആൻഡ് ദാറ്റ് ഈസ് എ ഷുവറിറ്റി. ഗോഡ് നോസ് ആൻഡ് ഗോഡ് വിൽ ഓൺലി നോ. ദൈവത്തിനെ അറിയുള്ളൂ. ദൈവം അറിഞ്ഞാൽ മതി. ശരിക്കും പറഞ്ഞു, ആരും അറിഞ്ഞില്ലെങ്കിലും ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം അറിയുന്നെങ്കിൽ ദൈവം അറിയുന്നു, ദൈവം അറിയും. That is assurance, and that is where our faith becomes so significant and so energetic. നമ്മുടെ വിശ്വാസം അത്രത്തോളം വളരെ സജീവവും അത്രത്തോളം വളരെ അനുഗ്രഹപ്രദവുമാകുന്നത് അതുകൊണ്ടാണ്. ദൈവം അറിയുന്നു. ആ ഒരു വലിയ ബോധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ആരറിഞ്ഞില്ലെങ്കിലും ആര് മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം നമ്മെ അറിയുന്നു,
ദൈവം നമ്മെ മനസ്സിലാക്കുന്നു, ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ഒരു വലിയ തിരിച്ചറിവ്, ആ ഒരു വലിയ വിശ്വാസം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് കൊല്ലപ്പെട്ട് കല്ലറയിൽ വെച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വിവരണങ്ങൾ അതിന്റെ 3-ാം ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ പ്രഭാതത്തിൽ സ്ത്രീകൾ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച്, സ്ത്രീകൾ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച്, സ്ത്രീകളോട് പറയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, സ്ത്രീകളെ ഭരമേൽപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച്, സ്ത്രീകളിൽ നിന്ന് കർത്താവ് ദൈവത്തിന്റെ ദൂതൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത്. നിങ്ങളുടെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ചില കാര്യങ്ങളെങ്കിലും ഒക്കെ ഓർത്തിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് 9-10 വാക്യങ്ങൾ. മത്തായി 28:9-10. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവിൻ. അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ദൂതന്മാരുടെ സുവിശേഷം കേട്ട ശിഷ്യന്മാരോട് പോയി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള സന്ദേശം, സത്യം, സുവിശേഷം അറിയിക്കുവാനായി ചുമതല ഏൽപ്പിക്കപ്പെട്ട ആ ഒരു ഉത്തരവാദിത്വം നൽകപ്പെട്ട ഈ സ്ത്രീകൾ അവർ കല്ലറ വിട്ട് ഓടിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവര് ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. സ്ത്രീകൾ ഓടുക. ഇങ്ങോട്ട് വളരെ സാവധാനത്തിലോ സങ്കടത്തോടു കൂടിയോ വന്നപ്പോ ഇവിടെ രാവിലെ അവര് സന്തോഷത്തോടെ ഓടിപ്പോവാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ഭാഗം. അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. കല്ലറകൾ ഉണ്ടാക്കലല്ല സഭയുടെ ഉത്തരവാദിത്വം. കല്ലറയ്ക്ക് ചുറ്റും കൂടി നിൽക്കലല്ല സഭയുടെ വിളി. Church is not called to celebrate the tombs. സ്മാരകങ്ങൾ പലപ്പോഴും അതൊക്കെ വിശുദ്ധ സ്ഥലങ്ങളാണ്, പുണ്യസ്ഥലങ്ങളാണ്. ദൈവം ദൂതന്മാര് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സത്യം മനസ്സിലാക്കിയ സഭയെ കുറിച്ച് പറയുന്നത്, ശിഷ്യരെ കുറിച്ച് പറയുന്നത്, സ്ത്രീകളെ കുറിച്ച് പറയുന്നത്, they left the tomb and they ran to inform the disciples. കല്ലറയ്ക്ക് ചുറ്റുപാടുകളിൽ ഇതിപ്പോ നമ്മുടെ പഴയ മുഖ്യമന്ത്രിയുടെ കല്ലറ കോട്ടയത്ത് ഇപ്പോ ഒരുപാട് പേര് സന്ദർശിക്കുന്നുണ്ട്. നമ്മള് എറണാകുളത്ത് ചെല്ലുമ്പോൾ വാസ്കോഡ ഗാമയുടെ കല്ലറയുണ്ട്. CSI പള്ളിക്കകത്താണ്, നമുക്കറിയാം. ഇവിടെ സെന്റ് ജോൺസ് സെമിത്തേരിയിൽ ചെല്ലുമ്പോ ഇവിടെയുള്ള വില്ലേജിലുള്ള പള്ളികളെക്കാൾ വലിയ ഒരു കല്ലറയുണ്ട്. 7 പേരെ അടക്കാവുന്നിടത്ത് ഒരാളെ അടക്കിയിട്ടുണ്ട്, ഒരു വലിയ ആളിനെ അടക്കി. പേരൊന്നും പറയാം. കല്ലറ ഉണ്ടാക്കുന്ന സഭ, കല്ലറയ്ക്ക് വേണ്ടി തല്ലുകൂടുന്ന സഭ, ശവക്കോട്ടയ്ക്ക് വേണ്ടി തല്ലുകൂടുന്ന സഭ, അല്ലെ? ചില പള്ളികളിൽ ശവക്കോട്ട പ്രശ്നമാണ്. നമുക്ക് പിന്നെ ഇവിടെ ഹൈദരാബാദിലൊക്കെ നമ്മൾ കുറെയൊക്കെ മര്യാദക്കാരാണ്. കാരണം വല്ലൊരു സ്ഥലം തന്നെങ്കിലേ നമ്മൾക്കൊക്കെ അടക്കാനൊക്കത്തുള്ളൂ. നമുക്കറിയാം ഇപ്പോഴും നമുക്ക് കല്ലറ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്.
നാട്ടിലൊക്കെ ചിലരൊക്കെ എന്തൊക്കെ പരിപാടികളാണ്, അവിടെ ചങ്ങലയിട്ടിരിക്കുന്നു, മാർബിൾ ഇട്ടിരിക്കുന്നു, വീടിട്ടിരിക്കുന്നു. പഴയ മിഷണറിമാരുടെ ഒക്കെ കല്ലറകൾ എന്ന് കാണുമ്പോൾ ചിലതൊക്കെ വളരെ സിമ്പിളാണ് കല്ലറ. ഞാൻ കണ്ണമൂല സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന തൊട്ട് മുൻപിൽ ഒരു കല്ലറയുണ്ട്. അവിടെ ജോൺ കോക്സ്, മിഷണറി ജോൺ കോക്സിന്റെ ഭാര്യയും മകനെയും അടക്കിയിരിക്കുന്ന ഒരു മനുഷ്യനില്ല. അവിടെ ചുമ്മാ അവിടെ കിടപ്പുണ്ട്, കല്ലറയായിട്ട് കിടക്കും. കല്ലറ വിട്ട് അവർ ഓടിപ്പോയി. മൃതമായതിനെ സംസ്കരിച്ചതിനെ ഓർക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ നല്ല കാര്യമാ. പക്ഷേ ഇന്ന് ചിലർക്ക് അതാണ് പ്രാധാന്യം. അത് പരിധി, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം ഒരു പരിധിക്ക് നല്ലതാണ്. Certain things in its minimum it is good. When it is going beyond the minimum, we have to be careful. സ്ത്രീകൾ കല്ലറ വിട്ട് ഓടിപ്പോയി. നമ്മളും ചിലതിനെയൊക്കെ അടക്കിയിട്ട് അവിടുന്ന് വിട്ടുപോയേക്കണം. അവിടെ നിൽക്കരുത്. അടക്കിയതിന്റെ കൂടെ നിൽക്കരുത്, സംസ്കരിച്ചതിന്റെ കൂടെ നിൽക്കരുത്. നമ്മൾ ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി കുഴിച്ചിട്ടിരിക്കുന്നു, നമ്മൾ കളഞ്ഞു. ഡോണ്ട് റോം അറൗണ്ട് ദി ഗ്രേവ് യാർഡ്സ്. നമ്മളെ ഉപേക്ഷിച്ചൊക്കെ പോയതിനെ നമ്മൾ വീണ്ടും അവിടെ പോയി കറങ്ങി തിരിഞ്ഞ് നിൽക്കരുത്. ലീവ് ബിഹൈൻഡ് ദ ടൂം. സ്ത്രീകളുടെ കല്ലറ വിട്ട് അവിടെ എന്ത് ചെയ്തു? അവരോടിപ്പോയി. കല്ലറ വിട്ട് ഓടിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ ശിഷ്യന്മാരോട് സുവിശേഷം പറയാൻ, കല്ലറയുടെ സുവിശേഷമല്ല, കല്ലറ തുറന്ന്, കല്ലറ തകർത്ത്, കല്ലറയെ അതിജീവിച്ച് ഇന്നും നിത്യനായി ജീവിക്കുന്ന ഒരു യേശു കർത്താവിന്റെ സുവിശേഷം പറയാൻ. നമുക്കൊക്കെ ആ ഒരു സുവിശേഷം വേണം. ദ ഗോസ്പൽ ഓഫ് ദ ലിവിങ് ഗോഡ്. നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന സഭയ്ക്ക് പറയാനുള്ള സുവിശേഷം കല്ലറകളുടെ സുവിശേഷം. സഭയ്ക്ക് പറയാനുള്ള സുവിശേഷം ജീവിക്കുന്ന രക്ഷകന്റെ സുവിശേഷം. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരോടിപ്പോയി. അപ്പോൾ പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള സന്ദേശം, സുവിശേഷം ഏറ്റെടുത്ത ആ നിയോഗം മനസ്സിലാക്കിയവർ ഓടിപ്പോയി. അത് തന്റെ സഹോദരന്മാരോട് അറിയിക്കാനായിട്ട് അവർ ഓടിപ്പോയി. എല്ലാവരുമില്ല, സ്ത്രീകളാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല കാര്യങ്ങൾക്കും വ്യഗ്രത കാണിക്കുന്നതും തിരക്ക് കാണിക്കുന്നതും വളരെ ആവേശത്തോടുകൂടെ ചില കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകുന്നതുമൊക്കെ നമ്മുടെ സഭയുടെ ഒരു വലിയ സജീവതയാണ്. നമ്മുടെ സ്ത്രീ സമൂഹം, സ്ത്രീ ജനങ്ങൾ. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിലും കൂടുതലും സ്ത്രീ ജനങ്ങളാണ്. പുരുഷന്മാരൊക്കെ, വീട്ടിലുള്ളവരൊക്കെ കൂടെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഈ പേരുകൾ നോക്കുമ്പോൾ കൂടുതലും സ്ത്രീകളുടെ പേരുകൾ, ഇവരുടെ മൊബൈൽ ഫോണിന്റെ പേരുകളുണ്ട്, കൂടുതലും സ്ത്രീകളുടെ പേരുകൾ, 1-2 പുരുഷന്മാരുടെ പേരുകൾ. അതങ്ങനെ നമുക്ക് പറയാനുള്ള സുവിശേഷം എന്താണെന്നുള്ളത് ചിന്തിച്ചാൽ മതി. അതെ, ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളെല്ലാം പോയി അച്ഛൻ ഞങ്ങളെ നന്നായിട്ട് അച്ഛൻ ഞങ്ങളെ സോപ്പിട്ടു, നമുക്കൊരു മോട്ടിവേഷൻ. പക്ഷെ സുവിശേഷം എന്താന്നുള്ളത് പറയണം, മറന്നു പോകരുത്. പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. ആരെയും ക്രൂശിക്കുന്ന സുവിശേഷം നമുക്ക് പറയാനില്ല. ആരെയും കല്ലറയിൽ അടക്കുന്ന സുവിശേഷം നമുക്ക് പറയാനില്ല. മറന്നു പോകരുത്. ആരെയും അടക്കരുത്, ഉയർപ്പിക്കണം. ആരെയും ക്രൂശിക്കരുത്, ഉയർപ്പിക്കണം. സുവിശേഷം പറയുന്നവര് പ്രത്യേകം അത് മറന്നു പോകരുത്. ഞാനും നമ്മളെല്ലാവരും അതേ ഉള്ളൂ. അവരോടിപ്പോയി. അപ്പോഴാണ് നമ്മൾ വായിക്കുന്നത്, എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം that we see people who have witnessed, realized the power of resurrection, the message of resurrection, worshipped. അതുവരെ യേശുവിനെ അവര് കെട്ടിപ്പിടിച്ചു, ചേർന്ന് നിന്നു, മാറോട് ചേർന്ന് നിന്നു, കൂടെ നിന്നു, എല്ലാം അങ്ങനെ ചെയ്തു. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം വി സീ അവര് നമസ്കരിച്ചു.
മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തില് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ എന്ത് ചെയ്തു? തങ്ങളുടെ കാഴ്ചയുടെ പാത്രങ്ങളൊക്കെ തുറന്ന് സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെച്ച് അവരെ നമസ്കരിച്ചു. ആ ശിശുവിനെ നമസ്കരിച്ചു. അതിനുശേഷം ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ കാണുന്നത് സ്ത്രീകൾ വന്ന് നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ പീപ്പിൾ ഹു ആർ സോ ക്ലോസ് ടു ഹിം ദേ വർഷിപ്ഡ് ഹിം. അതാ ആരാധന. അവര് കർത്താവിനെ ആരാധിച്ചു. നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഒരു യേശു കർത്താവിനെ ആരാധിച്ചു. They were not relating to Jesus in the like the olden times. അവരുടെ പഴയ സമയ കാലത്തെ കൂട്ട് അല്ല അവർ യേശുവിനെ സമീപിച്ചത്. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽക്കൽ വീണ് കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. അതിലൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് അല്ലേ? We have to bow ourselves. We have to throw ourselves to the feet of the resurrected. ആരാധന എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിങ്കൽ നമ്മളെ തന്നെ ഭരമേൽപ്പിച്ചു കൊടുക്കുന്ന, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അല്ലെ? അതൊരു ബോഡി ലാംഗ്വേജ്. അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ, അസിലിപിടുത്തത്തിന്റെ, കണ്ണുരുട്ടലിന്റെ ഒന്നും സ്ഥലമൊന്നുമല്ല ആരാധന. ഞാനും ഇടയ്ക്ക് എനിക്ക് ദേഷ്യം വരും ചിലപ്പോ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ അല്ലെ? പ്രതിവാക്യം ചെറിയ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോ നമ്മുടെ സഭയിൽ പുതിയ ആളുകൾ വരുമ്പോൾ അവരോട് പോയി ഒന്ന് അടുത്തിരുന്ന് വർത്താനം പറഞ്ഞ് വിശേഷങ്ങൾ ചോദിച്ചു. അത് കാണുമ്പോൾ എനിക്കൊരു ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വരേണ്ട സ്ഥലമല്ല ആരാധന. ശരിക്കും ഒരു തെറ്റാ. ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാ. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ആരാധനയിൽ പൊട്ടിത്തെറിച്ച് അങ്ങനെ ഇങ്ങനെയും വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ഈവൻ നോട്ടീസ് പറഞ്ഞാലും പ്രസംഗത്തിലാണെങ്കിലും അത് ശരിയല്ല. ദാറ്റ് ഈസ് നോട്ട് വർഷിപ്പ്. ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് വർഷിപ്പ്. അതൊരു ശരിയായ ശരീരഭാഷയല്ല. പരിപക്ഷം ഇങ്ങനെ ആരാധനയിൽ പാട്ട് ശരിയായില്ലെങ്കിൽ അത് നിർത്താൻ പറയുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള അതുകൊണ്ട് ചില ദാറ്റ്സ് നോട്ട്. ദർ ഈസ് എ വേ. ഇഫ് അറ്റ് ഓൾ സംതിങ് ഈസ് നോട്ട് റൈറ്റ്, സംതിങ് ഈസ് റോങ്, അതിനും ആ തെറ്റിനെയും ആ ശരിയേടിനെയും ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരു ശരീരഭാഷയുണ്ട്. അത് സമർപ്പണത്തിന്റെ, വിനയത്തിന്റെ ഒക്കെ ശരീരഭാഷ. സോ ദേ ബൗ ഡൗൺ. അവര് കാൽക്കൽ വീണു. ദേ ത്രൂ ദംസെൽവ്സ് ടു ദ ഫീറ്റ് ഓഫ് ദ ലോർഡ് ആൻഡ് വർഷിപ്പ്. അവർ ആരാധിച്ചു. എപ്പോഴാണ് ആരാധിച്ചത്? ഇവിടെ പറയുന്നത് യേശു അവരെ എതിരേറ്റു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. ജീസസ് മെറ്റ് ആൻഡ് ഗ്രീറ്റഡ് ദം. യേശു കർത്താവ് അവരെ എതിരേറ്റു. അതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ലൊരു ഇമേജറിയാണ്. നമ്മള് ആരാധിക്കാനായിട്ട് ചെല്ലുമ്പോൾ God is receiving us. God is meeting us. God is greeting us. Meeting and greeting is part of worship. അത് നമ്മൾ മറന്നു പോകരുത്. മീറ്റിംഗ് ആൻഡ് ഗ്രീറ്റിംഗ് അല്ലേ? ചിലരൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഓടിക്കേറി വന്ന് അവിടെ ഇരുന്ന് ഒരു മൂലയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് ഒറ്റ വിടിയില്ല. There is no meeting, there is no greeting. There is no meeting, there is no greeting, there is no eating, only cheating, chatting. Yeshu, he met them on the way. സുവിശേഷം അറിയിക്കാനായിട്ട് അവർ ഓടിപ്പോകുന്ന സമയത്ത് യേശു അവരെ എതിരേറ്റു. അവർക്ക് നമസ്കാരം പറഞ്ഞു, അവരെ ഗ്രീറ്റ് ചെയ്തു. സോ മീറ്റിംഗ് ആൻഡ് ഗ്രീറ്റിംഗ് ഈസ് ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് വർഷിപ്പ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ അല്ലേ എന്ന് പറയുമ്പോ, കർത്താവേ ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ എന്ന് പറയുമ്പോ, എന്നാൽ ഞങ്ങളുടെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും എന്ന് പറയാനായിട്ട് കുറച്ചു പേരെങ്കിലും പള്ളിയിൽ വേണം. There is meeting, there is greeting. We meet together and we greet together. That is where the real worship happens. ചിലരൊക്കെ ഇങ്ങനെ പ്രമാണിമാരെ കൂട്ട് വന്ന് ഇങ്ങനെ എല്ലാം നോക്കി കണ്ടിട്ട് ഇങ്ങനെ ഇറ്റ്സ് നോട്ട് യുവർ ഓഫീസ് പ്ലേസ്.
നിന്റെ പ്രാമാണിത്വം കാണിക്കാനുള്ള സ്ഥലമല്ല ആരാധന. You are wrong. That's not right. യേശു അവരെ കണ്ടുമുട്ടി, യേശു അവരെ സ്വീകരിച്ചു, യേശു അവർക്ക് വന്ദനം പറഞ്ഞു. Our God is a God who greet us on our way. നമ്മുടെ വഴികളിൽ, നമ്മുടെ ഓട്ടങ്ങളിൽ, നമ്മുടെ യാത്രകളിൽ യേശു കർത്താവ് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്, നമ്മളെ വന്ദനം ചെയ്യുന്നുണ്ട്, നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട്. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് ഫാക്ട്. ആരാധന കൂടിച്ചേരാനും കൂട്ടിമുട്ടാനും പരസ്പരം വന്ദനം ചെയ്യാനും ഒക്കെയുള്ള സ്ഥലമാണ്, മറന്നുപോകരുത്. ഡു ഇറ്റ് ഇൻ ജെന്യൂനിറ്റി. ചിലരൊക്കെ പറഞ്ഞു ഹലോ പറയും, അത് വേറൊരു കള്ളത്തരമാണ്. ഒരു സിൻസിയറിറ്റി ഇല്ലാതെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിക്കുന്നവരും തിരിച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആരെങ്കിലും അതിലെ പോകുമ്പോൾ ഇങ്ങനെ തോണ്ടും, അല്ലേ? That's not right. It's a time to meet and greet. We must be genuine. അതത്രേ ഉള്ളൂ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടപ്പോ അവര് യേശു കർത്താവിനെ, see, that is the point. The real worship begins. And if we realize that there is a God who meet us and greet us, we definitely will worship. We fail to worship because we don't meet God. We don't receive the greetings from Him. യേശു കർത്താവ് നമ്മളോട് നമ്മളുടെ കൂട്ടായ്മ നഷ്ടപ്പെടും. യേശു കർത്താവിന്റെ ആയിട്ടുള്ള യേശു കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല. We are not getting the invitation. See, that is where our worship is failing. അപ്പോൾ അവർ കാല് പിടിച്ച്. So that is where the genuine worship begins. We have to see, we have to encounter, we have to listen the voice of the Lord. That is where the worship happens. ആരാധിക്കുന്ന ഈ സ്ത്രീകൾ ആദ്യം യേശു കർത്താവിനെ ആരാധിച്ചു. ആരാധിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിശ്വാസത്തോടുകൂടെ, അത്ഭുതത്തോടുകൂടെ, ആദരവോടുകൂടെ, ഭക്തിയോടുകൂടെ ആരാധിച്ചത് ആരാ? സ്ത്രീകളാ. From them the worship originated. ഇതൊരു വലിയ സംഭവമാണ്, അല്ലേ? നമ്മളൊക്കെ ആ ഒരു സംസ്കാരം പിന്തുടരുന്നവർ മറന്നുപോകും. അവർ പറയുന്ന, യേശു പറയുന്നു, ആരാധിച്ച ആ സമൂഹത്തോട് ദൈവം പറഞ്ഞതാണ്, ഭയപ്പെടേണ്ട, ഡോണ്ട് ഫിയർ, ഡു നോട്ട് ബി അഫ്രൈഡ്. നമ്മുടെ ആരാധനകൾ നമ്മുടെ ഭയത്തെ മാറ്റണം. കർത്താവ് നമ്മൾ നൽകുന്ന സുവിശേഷത, ഭയപ്പെടേണ്ട. When you are afraid, you worship. നമുക്ക് ഭയം വരുമ്പോൾ, നമുക്ക് പേടി വരുമ്പോൾ ദൈവത്തെ ആരാധിച്ചു. അല്ലാതെ ഭയമുണ്ട്. ചിലടത്ത് ആരാധിക്കാൻ പോയോ ഇല്ലാത്ത ഭയം എല്ലാം കൂടെ നമ്മളെ പേടിപ്പിക്കും. ചില നമ്മളെ വെട്ടിക്കളയും, നമ്മളെ തട്ടിക്കളയും, നമ്മളെ കൊട്ടിക്കളയും. ആരാധനയിലെ ഭയം പോണം, ഭയങ്ങളെല്ലാം പോണം. യേശു പറയുന്നു, ഭയപ്പെടേണ്ട. The real worship will take away the fears. ആരാധനകൾ നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കും. At the end of the worship we become a fearless community. ആരാധനയുടെ അന്ത്യത്തിൽ നമ്മളൊരു ഭയമില്ലാത്ത സമൂഹമായി മാറണം. We are not afraid to face each other. ചിലർക്ക് പേടിയാ മുഖത്ത് നോക്കാൻ. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകും. ഭയമാ. ചിരിച്ചു പോയെങ്കിലോ എന്ന് ഭയം, അല്ലെ? ഒന്ന് കൈ കൊടുത്തു പോയെങ്കിലോ എന്ന് ഭയം. അപ്പൊ നമ്മൾ അടുത്ത റൂട്ട് പിടിച്ച് ഈ വഴി, ഈ ബസ് വേറെ വഴിയായി പോകുന്നതായിരിക്കും. അയ്യോ, ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ബി അഫ്രൈഡ്. അല്ല, അങ്ങനെ പറയത്തില്ലേ? നമ്മളൊക്കെ വലിയ മഹാന്മാരൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ, വിശുദ്ധരൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയക്കുന്നതിനെ ചെയ്യാൻ പറ്റണം. നമുക്ക് പേടിയാ. ഡോണ്ട് ബി അഫ്രൈഡ്. ഗലീലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അവിടെ നിങ്ങൾ എന്നെ കാണുമ്പോൾ അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഭയമില്ലാക്കുന്ന ആരാ? നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഭയമില്ലാതാക്കും.
നമ്മൾ എന്തിനെ കുറിച്ച് ഭയപ്പെടുന്നോ, എന്തിനെ കുറിച്ച് ഭാരപ്പെടുന്നോ, എന്തിനെ കുറിച്ച് പ്രയാസപ്പെടുന്നോ, when we pray in that context, ആ പ്രാർത്ഥനയിൽ നമ്മൾ അത് ദൈവത്തെ പരമേൽപ്പിക്കുമ്പോൾ പിന്നെ നമുക്ക് ഭയം ഉണ്ടാകാൻ പാടില്ല. God will take care of, അല്ലെ? God will make a way. അങ്ങനെ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. ദൈവം നമുക്ക് വഴി ഒരുക്കി തരുന്ന ദൈവമാണ്. The real worship, the real prayer will take the fears away. Take the fears away. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, കല്ലറ വിട്ടോടണം, കല്ലറ വിട്ടോടണം. കർത്താവിനെ കാണണം, കർത്താവിനെ കേൾക്കണം, കർത്താവിനെ സമർപ്പണത്തോടുകൂടെ ആരാധിക്കണം. നമ്മുടെ ആരാധന നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കും. ആരാധന കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടുന്നവരല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെടുന്നവരല്ല. നമ്മൾ ഭയമില്ലാത്തവരായി, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്ത്. പിന്നെ നമ്മൾ സ്നേഹമുള്ളവർ, പിന്നെ നമ്മൾ സ്നേഹിക്കും. ശത്രുതയില്ലാത്തവർ, വെറുപ്പില്ലാത്തവർ. സ്നേഹമാണ് ഭയം ഇല്ലാതാക്കുന്നത്. ഭയമാണ് വെറുപ്പുണ്ടാക്കുന്നത്, ശത്രുത ഉണ്ടാക്കും, അസൂയ ഉണ്ടാക്കും. യേശു കർത്താവ് പറയുന്നു, ഭയപ്പെടാൻ. ഡോണ്ട് ബി അഫ്രൈഡ്. നമ്മളായിരിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും ഡോണ്ട് ബി അഫ്രൈഡ്. ഈ വഴിയല്ലയോ ആ വഴി, ഇല്ല വേറൊരു വഴി. God has a plan for all of us. God will definitely lead us to blessings. ദൈവം നമ്മളെ അനുഗ്രഹങ്ങളിലേക്ക്, നന്മയിലേക്ക് നയിക്കും, നടത്തും. ആ വിശ്വാസം, ആ ഉറപ്പ് നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ഞങ്ങളോട് നീ, ഞങ്ങളുടെ ജീവിതങ്ങളോട് നീ ഹൃദ്യമായി സംസാരിച്ചല്ലോ. ഭയമില്ലാതെ നീ ആരാധിപ്പാൻ, ഞങ്ങളുടെ ആരാധനകൾ ഞങ്ങളിലെ ഭയങ്ങളെ, ഞങ്ങളിലെ ആശങ്കകളെ അകറ്റുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവേ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന പലതും ഞങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ, പലതിനെ കുറിച്ചുമുള്ള ഭയം. ഹൗ വുഡ് ഇറ്റ് ബി, എന്തായിത്തീരും, ഇങ്ങനെ ആയിത്തീരും. പലപ്പോഴും കർത്താവേ, അത് ഞങ്ങളുടെ സമാധാനത്തെയും സ്വസ്ഥതയെയും ഒക്കെ നശിപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തികമായ അവസ്ഥകൾ, അങ്ങനെ കർത്താവേ, പലതും ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ പകൽക്കാലം നീ ഞങ്ങളോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഭയത്തെ അകറ്റണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ സ്നേഹത്താൽ നിറയ്ക്കണമേ. പലപ്പോഴും ഭയം വരുമ്പോഴാണ് ഞങ്ങൾ പലതിനെയും വെറുക്കാനും പലതിൽ നിന്ന് അകരാനും കൂടി ഒളിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. കർത്താവേ, സ്നേഹം അത് മറ്റുള്ളവരെ തേടുന്നതാണ്, അത് ഞങ്ങളെ ബലപ്പെടുത്തുന്നതാണ്. ഈ പകൽക്കാലം അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം, ഞങ്ങളെ നടത്തണം. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കും. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാവരെയും ഓർക്കും. വല്ലാതെ ഭയപ്പെട്ട ചില ജീവിതങ്ങളുണ്ട് കർത്താവ്. ഭയത്തിൽ കഴിയുന്ന ചിലരുണ്ട്. രോഗത്തെക്കുറിച്ചുള്ള ഭയം, മരണത്തെ കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, ആളെ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം. കർത്താവേ, ഈ രാത്രി, ഈ പകൽക്കാലം എൻ്റെ കുഞ്ഞുങ്ങളോട് നീ ഇടപെടണമേ. അവരോട്, അവരുടെ ജീവിതങ്ങളോട് നീ ഭയപ്പെടേണ്ട. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്.
കാലാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, അവരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, അവരെ ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളുടെ മേൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. ആത്മാവിന്റെ നിർഭയത്വം അവർക്ക് നൽകണമേ, വിശ്വാസത്തിന്റെ നിർഭയത്വം അവർക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് പുതുതായിട്ടൊക്കെ പങ്കെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന ഇടത്ത് അവരെ കാക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ, ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. ജീവിത അവസ്ഥകളിൽ അവിടുന്ന് കൂടുതൽ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ രോഗികളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ, അവർക്ക് വിടുതൽ നൽകണമേ. ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്നവരെ അവിടുന്ന് അവിടുത്തെ കൃപയിൽ ആശ്വസിപ്പിക്കണമേ, ശക്തീകരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹം നമ്മളെ ഇപ്പോഴും പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും നമ്മുടെ കുടുംബങ്ങളോടും പ്രിയപ്പെട്ടവരോടും എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഒരിക്കൽ കൂടെ പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സങ്കീർത്തനം വായിച്ച മോഹനങ്ങളിനോട്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നേതൃത്വം നൽകിയ, പ്രാർത്ഥനയെ നയിച്ച ചാച്ചമ്മ ആൻറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു. താങ്ക് യു അച്ഛാ. Acha, thank you.